GST അഥവാ ചരക്ക് സേവന നികുതി. GST നടപ്പിലാക്കിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. കേട്ടറിഞ്ഞതുപോലെ തന്നെ നിരവധി വസ്തുക്കൾക്ക് വില കുറയുകയും പല ഉൽപ്പന്നങ്ങൾക്കും വില കൂടുകയും ചെയ്യും. സാധാരണക്കാർക്ക് തന്നെയായിരിക്കും GST പരിഷ്കരണത്തിന്റെ ഗുണം ഏറ്റവും അധികം ലഭിക്കാൻ പോകുന്നതും. ഭക്ഷണ സാധനങ്ങളും ടൂത്ത് പേസ്റ്റ് മുതൽ AC വരെയുള്ളവയ്ക്കും വില കുറയും. ഒരു പരിധിവരെയുള്ള ആഡംബര വസ്ത്രങ്ങൾ ഒഴികെയുള്ള വസ്ത്രങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകില്ല. ഇടത്തരം വാഹനങ്ങൾക്ക് വില കുറയുന്നതും സാധാരണക്കാർക്ക് ആശ്വാസമാണ്. പക്ഷേ ജനങ്ങളുടെ ആരോഗ്യം തകർക്കുന്ന പുകയില, പാൻ മസാല പോലുള്ളവയും ലോട്ടറിയും ആഡംബര വാഹനങ്ങൾ അടക്കമുള്ളവയ്ക്ക് വില കൂടുകയും ചെയ്യും. നേരത്തെ 4 തട്ടുകളായിട്ടാണ് GST നിരക്കുകൾ നിശ്ചയിച്ചിരുന്നത്. 5%, 12%, 18%, 28% എന്നിങ്ങനെ. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 3-4 തീയതികളിൽ ചേർന്ന യോഗ തീരുമാന പ്രകാരം 4 സ്ലാബ് GST ഒഴിവാക്കി പകരം 2 സ്ലാബ് GST നിലനിർത്തുകയാണ് ചെയ്തത്. ഇതനുസരിച്ച് 12-28% നികുതി സ്ലാബുകൾ എടുത്തുകളഞ്ഞ് 5-18 നികുതി സ്ലാബുകൾ മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക. ഇതുവഴി 2 ലക്ഷം കോടി രൂപ ജനങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമെന്നും ഇത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നുമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. പുതിയ പരിഷ്കാരം നിലവിൽ വരുമ്പോൾ മുൻപ് സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കിയിരുന്ന പല വസ്തുക്കൾക്കും വില കുറയുന്നുണ്ട്. ഇത് സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. ചിലവ് കുറയുകയും ചെയ്യും. ഏതെല്ലാം വസ്തുക്കൾക്കാണ് വില കുറയുന്നത് എന്ന് നോക്കാം. ജീവൻ രക്ഷാ മരുന്നുകൾക്കുണ്ടാകുന്ന വിലക്കുറവാണ് ഏറ്റവും പ്രധാനം. മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് പരിഷ്കാരം. അർബുദത്തിനുള്ള മരുന്നുകൾ ഉൾപ്പെടെ 36 മരുന്നുകൾക്ക് നികുതി പൂർണ്ണമായും ഒഴിവാകുകയും ബാക്കി മരുന്നുകൾക്കുള്ള നികുതി 5% കുറയുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. 10,000 കണക്കിന് രൂപ ചിലവഴിച്ച് വാങ്ങേണ്ട ഒട്ടനവധി മരുന്നുകൾക്ക് GST പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയാണ്. അതിലൂടെ വരുന്ന വിലമാറ്റം 1000-ഓ 2000-ഓ അല്ല, 25,000 രൂപ വരെ ആയിരിക്കും. ഇത് സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കാതെ രക്ഷിക്കും. 36 ഇനം മരുന്നുകൾക്ക് നികുതി പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയും ബാക്കിയുള്ളവയ്ക്ക് GST 5% നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, നിത്യോപയോഗ സാധനങ്ങളിൽ മിക്കവയ്ക്കും വില കുറയുമെന്നതാണ്. വെണ്ണ, നെയ്യ്, പാലുൽപ്പന്നങ്ങൾ, ഷാംപൂ, ഹെയർ ഓയിൽ, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, കുട്ടികളുടെ നാപ്കിൻ, ക്ലിനിക്കൽ ഡയപ്പർ തുടങ്ങിയവയ്ക്കെല്ലാം വില കുറയുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇന്ത്യൻ റൊട്ടി വിഭവങ്ങളും ഇനി GST രഹിതമായിരിക്കും. ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങൾ, ബിസ്ക്കറ്റ്, നൂഡിൽസ്, ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയവയ്ക്കും വില കുറയും. സോപ്പ്, ഷാംപൂ, ഷേവിംഗ് ക്രീം, പെർഫ്യൂം എന്നിവയ്ക്ക് 18% നിന്ന് 5%ലേക്കാണ് വില കുറയുന്നത്. 12% GST ഈടാക്കിയിരുന്ന നോട്ട്ബുക്ക് അടക്കമുള്ള സ്കൂൾ ഉപകരണങ്ങൾക്ക് GST പൂർണ്ണമായും ഇല്ലാതാകുന്നതോടെ കാര്യമായ വിലക്കുറവുണ്ടാകും. പാക്കറ്റ് പൊറോട്ടകൾക്കുണ്ടായിരുന്ന GST 18% എന്നത് പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നതോടെ പാക്കറ്റ് പൊറോട്ടകൾക്കും ചപ്പാത്തികൾക്കും വില കുറയുമെങ്കിലും അത് ഹോട്ടലിൽ പോയി പൊറോട്ട കഴിക്കുന്നവർക്ക് സന്തോഷമുണ്ടാക്കുന്നില്ല. കാരണം ഹോട്ടലിലെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കുമൊക്കെ പഴയ വില തന്നെ കൊടുക്കേണ്ടി വരും. പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ മിക്കവയ്ക്കും വില കുറയും. പക്ഷേ അത് ഉൽപാദന മേഖലയിൽ 40 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവുള്ള കമ്പനികൾക്കാണ് GST ഇല്ലാതാകുന്നത്. അതുകൊണ്ട് അവരിറക്കുന്ന പാക്കറ്റ് ഫുഡുകൾക്ക് വില കുറച്ചു കൊടുത്താൽ മതിയാകും. ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന റെയിൽ നീർ കുപ്പിവെള്ളത്തിന്റെ വിലയിൽ 1 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. ലിറ്ററിന് 15 രൂപയായിരുന്നത് 14 രൂപയായും 1/2 ലിറ്ററിന് 10 രൂപയിൽ നിന്ന് 9 രൂപയായും കുറച്ചിട്ടുണ്ട്. ഇടത്തരം വാഹനങ്ങളുടെ GST 18% നിജപ്പെടുത്തി. കാർ നിർമ്മാണ കമ്പനികൾ ആനുകൂല്യം ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായി കൈമാറാൻ ഇതുവഴി തയ്യാറായിട്ടുണ്ട്. മഹീന്ദ്രയുടെ ഥാർ മുതൽ സ്കോർപിയോയും XUV 700 അടക്കം ആഡംബര വാഹനങ്ങളുടെ വില കുറച്ചിട്ടുണ്ട്. ബൊലേറോ, XUV 300 അടക്കമുള്ള വാഹനങ്ങൾക്കും 2.5 ലക്ഷം രൂപ വരെയാണ് കുറയുന്നത്. ചെറുകാറുകളുടെ GST 18% അവയ്ക്കുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കും. എൻട്രി ലെവൽ ഹാച്ച് ബാക്കുകൾക്ക് വില കുറയുമെന്ന് പ്രഖ്യാപിച്ചതോടെ മാരുതി സുസുക്കിയുടെ ഒട്ടുമിക്ക മോഡലുകൾക്കും വിലക്കിഴിവ് പ്രഖ്യാപിക്കുകയും അത് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. എക്സ്പ്രസോ മോഡലിന് 1.25 ലക്ഷത്തിലധികം വില കുറഞ്ഞപ്പോൾ ഓൾട്ടോ K10-ന് 1 ലക്ഷത്തിലധികമാണ് വിലക്കിഴിവ്.
ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ TV, AC, ഡിഷ് വാഷർ, ഇൻവെർട്ടർ ബാറ്ററി എന്നിവയ്ക്ക് വൻ വിലക്കുറവുണ്ടാകും. ഗൃഹോപകരണ വിപണിയിൽ പുതിയ ട്രെൻഡുകൾക്കും ഇത് തുടക്കമിടും. 32 ഇഞ്ചിന് മുകളിലുള്ള LED TV, AC, ഡിഷ് വാഷർ, ബാറ്ററി എന്നിവയുടെ GST 28 നിന്ന് 18% കുറച്ചത്. അടിസ്ഥാന വിലയിൽ നിന്ന് 10% വരെ കുറവ് വരുമെന്നാണ് വിതരണക്കാർ പറയുന്നത്. ഓണക്കാലത്ത് 35,000 രൂപ മുതൽ 80,000 രൂപ വരെ വിലയിൽ വിറ്റ 50 മുതൽ 65 ഇഞ്ച് വരെയുള്ള TVകൾക്ക് 3,800 രൂപ മുതൽ 10,000 രൂപ വരെ വില കുറയാനാണ് സാധ്യത. വലിപ്പം കൂടിയ TVയുടെ വില കുറയുന്നതോടെ 32 ഇഞ്ച് TV വൈകാതെ വിപണിയിൽ നിന്ന് പുറത്താകുമെന്ന് വിതരണക്കാർ കണക്കുകൂട്ടുന്നു. AC-ക്ക് MRP വില 60,000 രൂപയൊക്കെയാണെങ്കിലും 50% ഡിസ്കൗണ്ട് വരെ വിതരണക്കാർ നൽകാറുണ്ട്. 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 1 ടണ്ണിന്റെ AC-ക്കാണ് ഡിമാൻഡ്. 28,500 രൂപ മുതൽ 32,000 രൂപ വരെ വിലയുള്ള AC-കൾക്ക് 3,000 മുതൽ 6,000 രൂപ വരെ വിലയിൽ കുറവ് വരുമെന്നാണ് കണക്കുകൂട്ടൽ. 25,000 വരെ വില വരുന്ന അടിസ്ഥാന മോഡൽ ഡിഷ് വാഷറുകൾ മുതൽ 75,000 രൂപ വരെ വിലയുള്ള ഡിഷ് വാഷറുകളുണ്ട്. അവയ്ക്ക് 3,000 മുതൽ 7,500 രൂപ വരെ ഡിഷ് വാഷറിന്റെ വിവിധ മോഡലുകൾക്ക് വില കുറഞ്ഞേക്കും. പുകയില, പാൻ മസാല, ലോട്ടറി, ആഡംബര വാഹനങ്ങൾ, 20 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെ വിലയുള്ള 4 ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ, 40 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾ, 2,500 രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, കാർബണേറ്റ് പാനീയങ്ങൾ, മധുരം ചേർത്ത് വരുന്ന ഫ്ലേവേഡ് പാനീയങ്ങൾ എന്നിവയ്ക്കാണ് വില കൂടുന്നത്. 999 രൂപ വരെയുള്ള വസ്ത്രങ്ങൾക്ക് 5% GST. അതിൽ മാറ്റമുണ്ടാകില്ല. 1000 മുതൽ 2,500 രൂപ വരെയുള്ള വസ്ത്രങ്ങൾക്ക് ചുമത്തിയിരുന്ന 12% GST 5% കുറയും. അതിന് മുകളിലാണെങ്കിൽ 12% GST 18% ഉയരുകയും ചെയ്തു. GST കുറയുന്നത് സാധാരണക്കാരന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിലും കേരളമടക്കമുള്ള പല സംസ്ഥാനങ്ങളും GST കുറയുന്നതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു. നികുതി വരുമാനത്തിലുണ്ടാകുന്ന പ്രത്യാഘാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പഠനവുമില്ലാതെയാണ് പുതിയ GST പരിഷ്കരണ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് എന്ന് കേരളം നേരത്തെ വിമർശിച്ചിരുന്നു. ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള നികുതി പരിഷ്കരണങ്ങൾ നടപ്പായാൽ കേരളത്തിന് ഏതാണ്ട് 8,000 മുതൽ 9,000 കോടി രൂപയുടെ അധിക വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഒപ്പം ലോട്ടറിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് കേരള ലോട്ടറിയെ തകർക്കുമെന്നും കേരളം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.